കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന പാർട്ടിയുടെ അതിജീവനം എന്ന സംഗതി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. ആ പാർട്ടി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോവുക? ഇപ്പോഴും പാലായിൽ നിന്ന് ജയിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്ത വിധം പരിങ്ങലിലാണ് ജോസ് കെ മാണിയുടെ അവസ്ഥ. പാല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മക്ക എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വിജയിക്കുക, അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് മാണി സാറ് കാലാകാലങ്ങളായി നിർവഹിച്ചു പോരുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ അതിൻ്റെ പ്രധാന രാഷ്ട്രീയ ഭൂമികയിൽ ജയിക്കാൻ പോലും കഴിയില്ല, നാളെയും ജയിക്കുമെന്ന് ഉറപ്പില്ലാതെയാണ് ജോസ് കെ മാണി അവിടെ നിൽക്കുന്നത് എന്ന് കാണുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അതിജീവനം ഒരു പ്രതിസന്ധിയിലാണ്, അത് എവിടെ നിന്നാലും. അപ്പോൾ ഇതിന് ഒരു കാര്യമുള്ളത്, അപ്പം ഞാൻ പറയുന്നത് കേരള കോൺഗ്രസുകളെ കുറിച്ച് പറയുമ്പോൾ മാണി ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമല്ല, മൊത്തത്തിൽ കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ്. അതിപ്പോൾ ജോസഫ് സാറിൻ്റെ ആയാലും മാണി സാറിൻ്റെ ആയാലും ജേക്കബിൻ്റെ ആയാലും ആരുടെ ആയാലും അതിൻ്റെ ഒരു രാഷ്ട്രീയ മൂല്യം സത്യത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പണ്ട് പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മാണി സാർ അവിടെ ഈ അധ്വാനവർഗ സിദ്ധാന്തം പോലുള്ള സംഗതികൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു 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 തടുത്തുകൂട്ടി വെച്ചിരുന്ന ഒരു വലിയ വോട്ട് ബേസ് ഉണ്ടായിരുന്നു. അതൊന്നും ആ നിലയ്ക്ക് ഇപ്പം നിലനിൽക്കൊന്നും പറയാനേ കഴിയാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ തവണ 12 സീറ്റ് മത്സരിച്ച് 5 ഇടത്ത് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ മാണി ഗ്രൂപ്പിന്. 10 ഇടത്ത് മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് ആകെ 2 സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ടുള്ള വരവിൽ നമ്മൾ കാണുക, ഇപ്പം റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന MLA ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൻ്റെ ലോക്കൽ ബോഡി സ്പ്ലിറ്റ് എടുത്താൽ അവിടെ 9 പഞ്ചായത്തിലും ജയിച്ചത് കോൺഗ്രസ് ആണ്. ഇന്നലെ സേനാപതി വേണു പറയാണ് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ജയിച്ചത്, ഒരു അലയൻസും ഇല്ലാതെ. അപ്പോൾ സാധാരണ നിലയ്ക്ക് മാണി ഗ്രൂപ്പിന് പ്രഭാവം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് കയറിപ്പോകുന്നതിൻ്റെ കാഴ്ചയാണ്. അതുകൊണ്ടാണ് മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ പാടില്ല എന്ന് മധ്യ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലരും പറയുന്നത്. അവർ വരണ്ട, പകരം കുട്ടനാട്ടിലും ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ നമുക്ക് മത്സരിക്കാം, നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് അവർ പറയുന്നത്. അവിടുത്തെ ഒരു വോട്ടിൻ്റെ ഒരു സംഗതി ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു ചേഞ്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അതിജീവനം ഒരു പ്രതിസന്ധിയിലാണ്. അവിടെയാണ് ജോസ് കെ മാണി നിന്നിട്ട് ലോക്സഭയിൽ തോറ്റു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിചാരിക്കാത്ത വലിയ തിരിച്ചടി കിട്ടുന്നു എന്ന് വെച്ചാൽ വോട്ടർമാരുടെ മൂഡ് മാറി എന്നാണ് അർത്ഥം. ആ മൂഡ് മാറുന്നതിനൊപ്പം മാറുക എന്നുള്ളതാണ് കേരള കോൺഗ്രസ്സുകൾ കാലാകാലമായി ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. അവർക്കിപ്പം മാറുന്നതിനിപ്പോൾ ധന്യ പറഞ്ഞു മാറാനൊരു കാരണമൊക്കെ വേണമല്ലോ. മാറാൻ കേരള കോൺഗ്രസിന് കാരണമൊന്നും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞാണ് കേരള കോൺഗ്രസിന് ഒരു പ്രിവിലേജ് തന്നെ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ മാറാം. എന്തൊരു കാരണം ഉണ്ടാക്കിയാൽ മതി. 13 സീറ്റ് ചോദിച്ചു, ഒന്നും തന്നില്ല, അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഒരു കമ്മിറ്റിയിൽ ഞങ്ങളെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മാറാം. അവർ UDF വിട്ടുപോകാനൊരു പറഞ്ഞ കാരണം UDF നേതാക്കളായ ചില ആളുകൾ പാർട്ടി ലീഡർക്കെതിരെ ചില തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയെന്ന് മാണി സാർ പറയുന്നു. ഞങ്ങളവിടെ മാറിയാന്ന് പറഞ്ഞു. മാറി അങ്ങോട്ട് നിന്ന് വേറെ മുന്നണിയിൽ നിന്നും പോയില്ല, ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് മാറിയുന്ന പാർട്ടിയാണ് അവർ. അപ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാക്കേണ്ട കാര്യമില്ല, മാറാവുന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് മാറാൻ കഴിയാത്തതിൻ്റെ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്കകത്ത് കേരള കോൺഗ്രസ് ജോസഫ് മാണി ഗ്രൂപ്പിനകത്ത് റോഷി അഗസ്റ്റിൻ എന്ന ഒരു പുതിയ നേതാവ് ഉണ്ടായി വന്നിരിക്കുന്നു. അദ്ദേഹം ഒരു MLAയും അതൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു അധികാര പദവിയിലേക്ക്, ആ പാർട്ടിയെ പിടിമുറുക്കുന്ന ഒരു റോളിലേക്ക് റോഷി അഗസ്റ്റിൻ വളരുകയാണ്. റോഷിയാണ് പറഞ്ഞത് ഞങ്ങൾ എവിടെയും പോകുന്നില്ലെന്ന്. അതിനുശേഷമാണ് ജോസ് കെ മാണി അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. കാരണം റോഷിയുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് പോകാൻ ഒരു ഡിസിഷൻ എടുക്കാൻ ആർക്ക് കഴിയില്ല, ജോസ് കെ മാണി കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്നത് ആ പാർട്ടിയുടെ പിളർപ്പായിരിക്കും. ഇനിയൊരു പിളർപ്പ് താങ്ങാൻ അതിന് പറ്റുമെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞത് അതിൻ്റെ ബേസ് തകർന്നിരിക്കുന്ന ഒരു പാർട്ടി ഇനിയും ഒരിക്കൽ കൂടി പിളർന്നാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആഭ്യന്തര രാഷ്ട്രീയ കാലുഷ്യം, അതിൻ്റെ ശൈഥില്യം, അതിനെ തൽക്കാലത്തേക്കൊന്ന് കവറപ്പ് ചെയ്യാൻ അവിടെ നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനും തൽക്കാലം ജോസ് കെ മാണിക്ക് പറ്റൂ. ആ പാർട്ടി ഞാൻ വിചാരിക്കുന്ന പ്രകാരം ആ നിലയ്ക്കുള്ള ഒരു ഗതികേടിനെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പാലായിൽ ജയിക്കുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അവരെ വന്നിട്ട് വേണം തിരുവനന്തപുരത്ത് ഒന്ന് മത്സരിച്ചോളൂ എന്നൊക്കെ അദ്ദേഹത്തോട് CPM പറയുന്നതായിരിക്കും. അവിടെ നിന്ന് വിട്ടുപോയിട്ട് തിരുവനന്തപുരത്ത് പോയി മത്സരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അടിസ്ഥാന രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് പറഞ്ഞു പോവുക എന്നർത്ഥം. പിന്നെ എവിടെയെങ്കിലും പോയി മത്സരിച്ചാൽ പിന്നെ ആ പാർട്ടിക്ക് ഒരു നേതാവിനൊരു പ്രഭയുണ്ടോ, ഒരു ഓറയുണ്ടോ? ഇല്ല. അപ്പോൾ ആ നിലയ്ക്ക് ചിലപ്പോൾ CPM ആഗ്രഹിക്കുന്നുണ്ടാവും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരട്ടെ, ഇവിടെ കാണാൻ വന്ന് മത്സരിക്കട്ടെ. ഏത് പണ്ട് ഈ ആൻ്റണി രാജു മത്സരിച്ച സ്ഥലത്ത്. അതോടെ കേരള കോൺഗ്രസിൻ്റെ കഥ കഴിയാണ്. അപ്പോൾ സത്യത്തിൽ അവരാഗ്രഹിക്കുന്ന അതിലിപ്പോൾ പ്രമോദ് നാരായണനും അല്ലെങ്കിൽ റോഷിക്കും പോകണമെന്നുണ്ട്. ബാക്കി 3 പേര് പോകണം എന്നുള്ള അഭിപ്രായക്കാരാണെന്നാണ് നമ്മൾ ഇൻസൈഡ് വിവരങ്ങൾ കിട്ടുന്നത്. എന്നിട്ടും അതിന് പോകാൻ കഴിയാത്തെന്ന് വെച്ചാൽ അതൊരു കുടുക്കിലാണ് ഉള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാരണമൊക്കെ പ്രശ്നമായിരിക്കും. കാരണം 3 മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിനിടയ്ക്ക് CPM ആവട്ടെ അവർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുകയാണ്. തിരുവനന്തപുരം സീറ്റ് വെച്ച് ചിലപ്പോൾ അതും കൊടുത്തേക്കും. രാജ്യസഭാ സീറ്റ് അവർ കൊടുക്കുന്നത് കണ്ടു. അവരുമായി ബന്ധപ്പെട്ട KM മാണിക്ക് 25 സെൻറ്റ് സ്ഥലം കവടിയാറിൽ സ്മാരകം ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അകവഴിഞ്ഞ പിന്തുണയുമായിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് ഒരു പ്രത്യേക റീസൺ ഇല്ല. അതിൽ പക്ഷേ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും. പഴയതുപോലെ അല്ലല്ലോ. പണ്ടൊക്കെ കേരള കോൺഗ്രസിന് എളുപ്പമായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെ പോയാൽ ആളുകൾ അതിനെ വാല്യൂ ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം,
ഇടതുപക്ഷം നമുക്കിനിയും വിജയങ്ങൾ കൊണ്ടുവന്ന് തരും, ഇടതുപക്ഷമാണ് നമ്മൾ തുടർന്ന് നിൽക്കേണ്ട ഭൂമിക എന്ന് ശരിയാമണ്ണം ഒറ്റക്കെട്ടായി മനസ്സിലാക്കിയിട്ട് ജോസ് കെ മാണിയും സംഘവും അവിടെ നിൽക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അവരൊരു അതിജീവന പ്രതിസന്ധിയെ അനുഭവിക്കുകയാണ്. ജോസ് കെ മാണി ഒരു നേതാവ് നിലയ്ക്കുള്ള അയാളുടെ ഒരു പവർ, പാർട്ടി മുഴുവൻ പിടിക്കാൻ കഴിയുന്ന ഒരു പവറൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അത്രയും ഒരു 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 ഓറയോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ജനസ്വീകാര്യത ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് പാലാ നിലനിർത്താൻ കഴിയുമായിരുന്നല്ലോ, പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് പോലും ആ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണമാണ് എന്താണ്. ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ പറയുമ്പോൾ റോഷി അടുത്തിരിപ്പുണ്ട്. റോഷിയുടെ ഒരു ജസ്റ്റേഴ്സ് കണ്ടാൽ അറിയാം. യെസ്, ഞാൻ പറയാൻ ആഗ്രഹിച്ചായിരുന്നു തന്നെ, ഞാൻ പറയുന്നത് തന്നെ എന്ന നിലയ്ക്കാണ് റോഷി ബിഹേവ് ചെയ്യുന്നത്. ആ ബോഡി ലാംഗ്വേജിലുണ്ട്. സോ ഞാൻ കാണുന്ന ഒരു കാര്യം, LDFുമായിട്ട് ഏറ്റവും നല്ല റാപ്പോ കീപ്പ് ചെയ്യുന്നതാണ് റോഷി. റോഷിയുടെ ഒരു തീരുമാനം അതിനകത്ത് നടപ്പിലായിട്ടുണ്ട്. ജോസ് കെ മാണി എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാപക നേതാവിൻ്റെ മകൻ്റെ രാഷ്ട്രീയമായ അതിജീവനവും മുന്നോട്ട് പോക്കും അദ്ദേഹത്തിന് മുമ്പിൽ ഒരു സങ്കീർണമായ പാതയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെയോ തരത്തിലുള്ള ബ്ലോക്കുകൾ കുടുങ്ങിയിട്ടുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ വാർത്താ സമ്മേളനം പൂർണ്ണ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഇനി വേറെയും കാരണം ഉണ്ടാക്കാം. 13 സീറ്റ് വേണം, അതിൽ കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയും ഞങ്ങൾ പരമാവധി തേടുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെയാണോ അടുത്ത ഒരു തെറ്റലുണ്ടാവാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം.